രാത്രിയിൽ 2 മണിയിൽ എനിക്ക് സ്വന്തക്കാരൻ இங்கே மேலே இருக்குது. அப்போ அவர் விழித்து கூப்பிட்றா, இந்த உருள் பொட்டி வர்றது அந்த ஏரியா பக்கத்தில் அவர் இருக்குது. அப்போ அவர் கூப்பிட்டு எங்கள் வீட்டுக்கு கூப்பிட்டு சொல்லியாச்சு, ഉരുൾ പൊട്ടിയിരിക്കുന്നത്, ഭയങ്കര ശബ്ദം കിടച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഞങ്ങൾ ജാഗ്രതയായി വീട്ടിലിരുന്ന്. പിന്നെ കറണ്ടില്ല, പുറത്തേക്ക് വരുന്നേക്കൊന്നും മുടിയാതെ. അപ്പോൾ அந்த ഒരു സിറ്റുവേഷനിൽ ഇരുന്നത്. പിന്നെ எங்கள் சொந்தக்காரெல்லாம் പിന്നെ கொஞ்சம் ஆளுகளெல்லாம் இங்கே டவுனில் இங்கே வந்துட்டு கொஞ்சம் ஆளுகளெல்லாம் இங்கே பெற்றிருக்குது, வெள்ளத்தில் போயிருக்குதுன்னு சொல்லி. അപ്പോൾ അതെല്ലാം கொஞ்சம் ஆளுகளெல்லாம் രക്ഷപ്പെടുത്തിയാச்சு, കുറേ ആളുകളെല്ലാം പോയിട്ട്. അപ്പോൾ இங்கேருந்து 2 நதி வருது. இந்த வெள்ளரிமலைன்னு சொல்கிற அந்த വലിയ பெருசு மலை, அந்த மலை தான் இது இடிஞ்சது. அந்த மலை இடிஞ்சிட்டு அந்த மலைக்கு குறை கீழே வரும்போது இந்த ஸ்கூல் ரோடு, ஹைஸ்கூல் ரோடு, வெள்ளரிமலை ஹைஸ்கூல் ரோடு 1 கிலோமீட்டர் அங்கே மேலுக்கு போனாலே அங்கே வேறொரு நதி க்ராஸாக வருது. அப்போது பொட்டி வந்தால் அந்த நதி പിന്നെ அங்கே ஸ்டாப்பாக்கி, அந்த க்ராஸ் வருத நதியில் ஸ்டாப்பாக்கி. அப்போ அந்த நதி ஆள் தாமസം இருக்குது ஏரியாலேக்கு കയറിയാச்சு. അങ്ങനെയാണ് ഇത്ര ரொம்ப பெரிய ദുരന്തം. ഇത് പുത്തുമല ദുരന്തത്തിനേക്കാളൊക്കെ പെരിയ ദുരന്തം. ഇപ്പോൾ 100 ചില്ല ആളുകൾ ഇപ്പോൾ എടുത്താച്ച്. ഇത് പിന്നെ ഇതിൻ്റെ ഇங்கே ഇരിക്കുന്ന ആളാണെന്നാലും എത്ര ആൾ പോയിരിക്കുന്നത് എന്നുള്ളത് ഒരു 3-4 നാൾക്ക് ശേഷം താ നമുക്ക് ചൊല്ല മുടിയും. അതുதான். പിന്നെ ഇங்கே കാണുന്ന இந்த ஏரியா கம்ப்ளீட்டு அந்த தேயிலைக்காடு இங்கேருந்து பார்க்கும்போது காரணம் அந்த தேயிலைக்காடு அந்த ஆளை போகுதுன்னா அங்கே தான் இங்கே பாலம் இருந்தது. அந்த பாலம் அங்கே போயிடுச்சு. பாலம் அங்கே போயிடுச்சு. പിന്നെ இங்கே வீடு வச்சு ஆள் தாமசிക്കുന്ന இந்த ஏரியாலேக்கு இங்கிட்டு வந்தாச்சு. പിന്നെ அந்த സ്കൂൾ அங்கே இருந்தது കൊണ്ട് இங்கே இவ்வளோ கஷ்டம் இவ்வளோ രീതിയിൽ പിന്നെ இருக்குது. ரெஸ்கியூ எல்லாம் முடிச்சாச்சா? முடியல. ரெஸ்கியூ இப்போயும் நடத்திக்கொண்டே இருக்குது. முண்டக்கை போகாமல் இன்னும் இருக்காங்க. മുണ്ടക്കായിൽ ഇരിക്കുന്ന ആളുകളൊക്കെ നേരത്തെ പിന്നെ ഹെലികോപ്റ്ററെല്ലാം കൊണ്ടുവന്ന് എല്ലാവരെയും കൊണ്ടുപോയിച്ചു. അവിടെ 460 തന്നെ പിന്നെ ന്യൂസിൽ കേട്ടത്. ആളുകളെല്ലാം കൊണ്ടുപോയി. പിന്നെ കുറേ ആളുകളെല്ലാം പോയിരിക്കുന്നത്. ரொம்ப ഭൂരിപക്ഷം ആളുകൾ പോയിരിക്കുന്നത് இந்த பிரதேசத்தில் இந்த ஏரியோட ஹிருதய பாகம் இந்த എല്ലാം പോയിരിച്ച്. ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. പിന്നെ കട്ടിലൊക്കെ ഒരു കുലുക്കം കണ്ട്, പിന്നെ ഭയങ്കരമായ ശബ്ദം, പിന്നെ ഭയങ്കര സ്മെല്ല് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എല്ലാവർക്കും ഫോൺ ചെയ്തു. ആരും ഫോൺ എടുക്കുന്നില്ല, അടുത്തുള്ളവരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒച്ചയും മകളൊക്കെ കേട്ട പോലെ. അപ്പം ഞാൻ മോനെ ഒന്നുണ്ട്, ഓന് കോയമ്പത്തൂർ ഒരാളുണ്ട്. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അടുക്കള വാല് തുറന്നിട്ട് മേലെ എവിടെയും കയറി ഇരിക്കുകയാണ്. അടുക്കള വാല് തുറക്കാൻ നോക്കുമ്പോൾ അവിടെ ജാമായി കിട്ടണില്ല, പുറത്തത്തെ വാലും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഉറക്ക വിളിച്ചെന്നെ രക്ഷിക്കണേ പറഞ്ഞിട്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് റോഡിൻ്റെ അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, മരവും വെള്ളവും എല്ലാം ഒലിച്ചു വരികയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരിക്കുക, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ അവർ വന്ന് ഞാൻ ചാവി ജനാലിൻ്റെ ഉള്ളിൽ കൊടുത്തു. വാതിൽ തുറക്കാണ്ട് അവർക്ക് കിട്ടണില്ല. പിന്നെ അവർ കുറേ ചവിട്ടി തുറന്നിട്ടും കിട്ടണില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും റോഡിൻ്റെ മേലേക്ക് കുറച്ച് കയറ്റുള്ള സ്ഥലമാണ്, അവർക്ക് പ്രശ്നമൊന്നും ആയില്ല. അപ്പോൾ അവർ കോടാലിൽ തുറന്നിട്ട് വാതിൽ വെട്ടി മുറിച്ചിട്ടാണ് എന്നെ അങ്ങോട്ട് അപ്പുറത്ത് കിടത്തിയത്. പിന്നെ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ നേരെ മേലൊരു കുന്നുപുറത്ത് കാപ്പിത്തോട്ടമുണ്ട്, അതിൻ്റെ മുകളിൽ അവിടെ എല്ലാവരും ഉണ്ട് നിൽക്കുന്നത്. എന്നെ കൊണ്ടുപോയി നോക്കുമ്പോൾ പിന്നെ നേരം വിളക്കുന്നേരം അവിടെ നിന്ന്. പിന്നെ രണ്ടാമത്തെ അതേപോലെ ഗൗരവത്തിൽ പൊട്ടല വന്നത്, ശബ്ദമൊക്കെ ഉണ്ടായി. അപ്പോൾ വീടുകളൊക്കെ പോയി, എൻ്റെ വീടൊക്കെ പോയി. പിന്നെ എനിക്ക് കുടുംബങ്ങളുള്ളതൊക്കെ മുണ്ടക്കൈയാണ്. അവർ എല്ലാവരും പോയി. അവർ ഇതിൽ 2 ആളെ കിട്ടിപ്പോൾ, ബാക്കിയുള്ളവരെയൊന്നും കിട്ടിയില്ല, 6-7 പേരൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീടുമില്ല, സ്ഥലവുമില്ല, ജോലിക്കൊന്നും പോയിട്ടും ജീവിക്കാനുള്ള കഴിവുമില്ല, ഒരു വീട് വെക്കാനുള്ള. അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് മനസ്സമാധാനം ഇല്ലാണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ.
പിന്നെ ചെറുക്കന്മാരൊക്കെ കൂടെ വന്നിട്ടാണ് അത് വെട്ടി പൊളിച്ച് അങ്ങനെ അവർ വിചാരിക്കുകയാണ് ഇനി ഇതിനിപ്പോൾ വാതിൽ തുറക്കുന്നില്ല, വാതിൽ ജാമായിട്ട് പറ്റുന്നില്ല, നമുക്ക് ഇനി അടുത്തൊരു പൊട്ടോ എന്തെങ്കിലും വരുമ്പോഴത്തെ നമ്മളെ ജീവൻ രക്ഷിക്കാറുണ്ട്. അവർ പോയതാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം രണ്ടാമത്തെ പൊട്ടിന് വീടും ഞാനൊക്കെ അടക്കം ഒന്നിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അവർ വാതിൽ പൊളിച്ചിട്ടാണെങ്കിലും എൻ്റെ ജീവൻ അവർ രക്ഷിച്ചു. രണ്ടാമത്തെ പൊട്ടിന് വീടും പോയി, അവിടെ പരിസരങ്ങൾ ഒരുപാട് പോയി. മുട്ടക്കായുള്ള കുടുംബങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ എൻ്റെ മോനും എൻ്റെ പേരക്കുട്ടികളും ഒക്കെ പോയി, വെള്ളത്തിൽ പോയി. ഞങ്ങൾക്ക് ജീവിക്കാനില്ല, ജീവിതവും ഇല്ല, എല്ലാവരും പോയി. മോനെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്, ബോഡി കാണാൻ പോവുക. ശബ്ദം കേട്ടിട്ട് ഞങ്ങളൊക്കെ ഓടി എണീച്ചിട്ട് ഞങ്ങളൊക്കെ പുറത്തേക്ക് ഓടി. ഇത് അപ്പളത്തിനും പൊട്ടിയിട്ട് താഴെ പാടിയിലായിരുന്നു മോന്റെ അവിടെ പോയി ഒക്കെ പാടിയൊക്കെ തമർത്തി താഴെ പോയിക്കിന്. അതിൻ്റെ താഴെ പോയി. 2 കുട്ടികളും ഭാര്യയും മോനുമാണ് താമസം ഉണ്ടായിരുന്നത്. അപ്പൊ മോളെ കുടുംബക്കാരില്ലേ, മരുവോളെ കുടുംബക്കാര്, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 5-6 ആളുണ്ട്. ഒക്കെ പോയി. ഇപ്പൊ ഞങ്ങള് മാത്രം അനാഥയായിട്ട് നിക്കാണ്. എന്റെ കുടുംബം മോനെ കൊടുത്തിട്ട് നിക്കാണ്. വീട് മൊത്തം പോയി. വീട്ടിന്റെ ഉള്ളിൽ നിന്നാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്. ഒരു വീടും ഇല്ല. അവിടെ ഇവിടെ ഓരോ വീടേ ഉള്ളൂ. ആരെ? ഞങ്ങളെയോ? ഞങ്ങൾ തന്നെ അങ്ങോട്ട് മാറിയതാ. മാറിയിട്ട് മേലേക്ക് ഒരു കുന്നുണ്ടായിരുന്നു, അപ്പുറത്തേക്ക് കയറിപ്പോയി. പിന്നെ റിസോർട്ടിൽ പോയിട്ട് രാത്രി അവിടെ ഇരുന്നത്. റിസോർട്ടിൽ പോയിട്ട് രാത്രി അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ നേരം വെളുത്തപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് വന്നു. சன் நியூஸ் வாட்ஸ்அப் சேனலை ஃபாலோ செய்யுங்கள். QR கோடை ஸ்கேன் செய்து சன் நியூஸோடு இணைந்திருங்கள்.